Hello everyone, Sahakari Race Plus Junior Accountant Company ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ലോയുടെ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, അതായത് എന്താണ് കമ്പനി ലോ, ഏത് ആക്റ്റാണ് കറൻ്റ്ലി നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ആക്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ആക്ട് ഫോം ചെയ്തത്, അതേപോലെ തന്നെ കമ്പനി എന്താണ്, കമ്പനിയുടെ ഫീച്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ഏത് ആക്റ്റാണ് നമ്മൾ കറൻ്റ്ലി ഫോളോ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് തുടങ്ങാം. അപ്പോൾ കമ്പനീസ് ആക്ട് അല്ലേ, അപ്പോൾ കമ്പനികളുടെ ആക്ട്. ഇപ്പം നമ്മളൊരു ഇന്ത്യൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അത് വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പണിഷ്മെൻറ്റ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സൺ എന്നുള്ള രീതിയിൽ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഞാൻ ഫോളോ ചെയ്യേണ്ടത് ഇതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ കമ്പനീസിനും അത് പെർഫോം ചെയ്യേണ്ട അല്ലെങ്കിൽ അത് ഫങ്ഷൻ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അവർ ഫോളോ ചെയ്യേണ്ട റൂൾസ് എങ്ങനെയാണ്, റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ആക്ടിനെയാണ് നമ്മൾ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ ഫോർമേഷൻ, അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ പെർഫോമൻസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ഫ്രെയിം വർക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്, കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കമ്പനീസ് ആക്ടിലേക്ക് എത്തിയെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ കറൻ്റ്ലി ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. ഇതാണ് കമ്പനീസ് ആക്ട് 2013. പക്ഷെ 2013 വരെ ഇന്ത്യയിലെ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു ആക്ട് ഇല്ലായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. അപ്പോൾ 2013 മുന്നേ നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഒരു കമ്പനീസ് ആക്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കമ്പനീസ് ആക്ട് 2013 എത്തിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദ കമ്പനീസ് ആക്ട് 1956, ഓക്കെ, അപ്പോൾ എന്തായിരുന്നു 2013 ആക്ട് നിലവിൽ വരുന്നത് വരെ ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ഫോളോ ചെയ്തിരുന്നത് ഏത് ആക്ട് ആയിരുന്നു? കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ഹാഡ് ബീൻ എനാക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ. അപ്പോൾ 1956 ആക്ട് ആദ്യമായിട്ട് കമ്പനീസ് ആക്ട് 1956 നിലവിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതുവരെ ഇന്ത്യയിൽ പല ലോസ് നിലവിലുണ്ടായിരുന്നു. കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യാനും കമ്പനീസിൻ്റെ കാര്യങ്ങളെ നോക്കി നടത്താനായിട്ട് ഇന്ത്യയിൽ പല ലോസ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1913, 1882, 1866. ഇതൊക്കെയായിരുന്നു ഇന്ത്യയിൽ പ്രീവിയസ്ലി നിലവിലുണ്ടായിരുന്ന കമ്പനീസ് ലോ എന്ന് പറയുന്നത്. പക്ഷെ പല കാര്യങ്ങളും എന്തായിരുന്നു? പല ലോസിലായിട്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണമായിരുന്നു? ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യണമായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, ടൈം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കൺസോളിഡേറ്റ് ചെയ്യാനും അമെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 1956 കമ്പനീസ് ആക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ 1913 1882 1866 കമ്പനി ലോനെ കൺസോളിഡേറ്റ് ചെയ്ത് അതിൽ വേണ്ട അമെൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം ഇന്ത്യയിൽ എന്താ പറയുക, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഏതാണ്? കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ഓക്കെ, ഈ ഒരു കമ്പനീസ് ആക്ട് 1956 തന്നെയാണ് നമ്മൾ ഈ ഒരു 2013 ആ ഒരു ഇയർ വരെയും, ഇത് 1956 മുതൽ 2013 ഒരു 57 വർഷത്തോളം ഇന്ത്യയിൽ കമ്പനീസ് ഫോളോ ചെയ്തിരുന്നതും ഏത് ആക്ട് ആയിരുന്നു? ഈ ഒരു കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. ദ കമ്പനീസ് ആക്ട് 1956 ഹാസ് ബീൻ ഇൻ ഫോഴ്സ് ഫോർ about 57 years and had been amended several times. അപ്പോൾ ഈ ഒരു 1956 മുതൽ 2013 വരെയും ഇന്ത്യയിൽ ഫോളോ ചെയ്തിരുന്നത് കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. അതിൽ അമെൻമെൻറ്റ്സ് വരുത്തുക,
എന്നുള്ള കാര്യം മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റ്സ് വരുത്തും, നമ്മുടെ എന്താണ് ടൈമിനനുസരിച്ച് ചേഞ്ച് വരുന്നതിനനുസരിച്ച്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച്, എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ഈ ഒരു കമ്പനീസ് ആക്ട് 1956 അമെൻമെൻറ്റ്സ് വരുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഗവൺമെൻറ്റിന് എന്ത് തോന്നുകയാണ്, ഇനി അമെൻമെൻറ്റ്സ് അല്ല, നമുക്ക് എന്താണ് പുതിയൊരു കമ്പനീസ് ആക്ടിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളൊരു തോട്ട് വരികയാണ്. ഓക്കെ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് പുതിയൊരു കമ്പനീസ് ആക്ട് കൊണ്ടുവരാം, ഇനി അമെൻമെൻറ്റ്സിന് പകരം എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള 1956 സാഹചര്യങ്ങളല്ല 2013 ഒക്കെ ആയപ്പോഴേക്കില്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക എല്ലാ ചേഞ്ചസും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ആക്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എത്തുകയാണ്. Then after careful consideration, the central government decided to repeal the Companies Act of 1956. അവർ എന്ത് ചെയ്യാണ്, 1956 കമ്പനീസ് ആക്ടിനെ ഒന്ന് റിനോവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് റീഅപ്പീൽ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. And to enact new legislation to provide for new provisions to meet the changed national and international economic environment and accelerate the expansion and growth of economy. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചത്? കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു 1956 ഒരു സാഹചര്യങ്ങളോ കാര്യങ്ങളോ അല്ല, എല്ലാത്തിലും ചേഞ്ച് വരികയാണ് അല്ലേ. 1991 നമ്മൾ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, നാഷണലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ എന്താണ് നമ്പർ ഓഫ് കമ്പനീസിൻ്റെ എണ്ണം കൂടി, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് കൂടി, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആക്ട് പോരാ. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളെല്ലാം, ഈ പറയുന്ന ചേഞ്ചസിനെ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പുതിയൊരു ആക്ട് വേണം. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് അക്സലറേറ്റ് ദ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ എക്കണോമി. നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിനെ ഫാസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം എന്നുള്ള ആ ഒരു അസംഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ബേസിസിലാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുന്നത്, പുതിയൊരു ആക്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1956 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത്. അതിന് മുന്നേ ഉണ്ടായിരുന്ന 1866 1882 1913 കമ്പനി ലോസിനെ കൺസോളിഡേറ്റ് ചെയ്താണ് 1956 ഈ ഒരു ആക്ട് വരുന്നത്. ദെൻ 1956 കമ്പനീസ് ആക്ട് ആണ് അപ് ടു 2013 വരെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം ഒരു എക്സ്പാൻഷൻ സ്റ്റേജ് ഒക്കെ ആയപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഒരു പുതിയ അമെൻമെൻ്റ് അല്ല, പുതിയൊരു ബില്ല് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയൊരു ആക്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ്. ദിസ് ഡിസിഷൻ വാസ് മെയ്ഡ് ഇൻ ദ ലൈറ്റ് ഓഫ് changes in the national and international economic environment as well as the expansion and growth of Indian economy. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് പുതിയൊരു ആക്ട് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്. എന്താണ്, നമ്മുടെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ വന്നിട്ടുള്ള എക്കണോമിക്കൽ ചേഞ്ചസും അതേപോലെ തന്നെ എക്കണോമിയുടെ എക്സ്പാൻഷനും മീൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പാൻഷനെ അക്സിലറേറ്റ് ചെയ്യാനായിട്ട് ലോയ്ക്ക് സാധിക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് പുതിയൊരു കമ്പനീസ് ആക്ട് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആദ്യം എടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ് ദ കമ്പനീസ് ബിൽ 2009. ഓക്കെ, അപ്പോൾ 2009 തന്നെ ഗവൺമെൻറ് പുതിയൊരു ആക്ട് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ എന്താണ്, ഒരു കമ്പനീസ് ബിൽ 2009 എന്ന് പറയുന്ന കമ്പനീസ് ബില്ല് നമ്മുടെ ലോകസഭയിൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, കമ്പനീസ് ബിൽ 2009 ആൻഡ് ഇറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺ വിച്ച് ഔട്ട്ലൈൻസ് ഇറ്റ്സ് കീ ക്യാരക്ടറിസ്റ്റിക്സ് വേർ introduced in the Lok Sabha on August 3rd, 2009. ഓക്കെ, ഇപ്പം എന്നാണ് August 3rd, 2009 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കമ്പനീസ് ബിൽ 2009 എന്ന് പറയുന്ന പുതിയ ഒരു ആക്ട് അതിൻ്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാണ് ഡേറ്റ്, August 3rd, 2009. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ലോകസഭയിൽ ഒരു ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ റിവ്യൂ ചെയ്യും അല്ലേ, ആ ഒരു ബില്ലിലെ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് അതിൻ്റെ മുകളിലൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഈ ഒരു കമ്പനീസ് ബില്ല് 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് ഉണ്ട്. ഓക്കെ, ലോകസഭയിലെ ഒരു കമ്മിറ്റിയാണ്
പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ്. അപ്പം ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പുതിയ ബില്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ബില്ല് പാസ്സാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഒരു പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു 2009 കമ്പനീസ് ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ ഒരു പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടായി. എന്നിട്ട് അവരെന്ത് ചെയ്യണം, കുറച്ച് അമെൻമെന്റ്സും കുറച്ച് സജഷൻസും പറയേണ്ടായി. Okay, so the Parliamentary Standing Committee on Finance was tasked with reviewing and reporting on the aforementioned bill, and on August 31st, 2010, the committee submitted its findings. അപ്പോൾ എന്താണ്, August 3rd, 2009 കമ്പനീസ് ബിൽ 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി August 31st, 2010, 1 ഇയർ അപ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ, August 31st, 2010 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അപ്പം ആസ് പെർ അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആസ് പെർ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, കുറച്ച് സജഷൻസും അമെൻമെന്റ്സും ഈ ഒരു ബില്ലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ സെൻട്രൽ ഗവൺമെന്റ് റിസീവ്ഡ് എ നമ്പർ ഓഫ് റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ചസ്. എന്താണ്, ഈ ഒരു ബില്ലിൽ പറയുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരുപാട് റെക്കമെൻഡേഷൻസ് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുകയുണ്ടായി. ആഫ്റ്റർ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോക്സഭ. In the report of the Parliamentary Standing Committee on Finance also included number of recommendations. അപ്പോൾ ഈ ഒരു ബില്ലിൽ, ഈ ഒരു കമ്പനീസ് ബിൽ 2009 പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അതൊക്കെ അമെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. കൂടുതലും എന്താണ്, ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഒരു കമ്പനീസ് ബില്ല് 2009 ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയൊരു റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇൻ വ്യൂ ഓഫ് ദ ലാർജ് അമെൻമെന്റ്സ് ടു ദ കമ്പനീസ് ബിൽ 2009 arising out of the recommendations of Parliamentary Standing Committee of Finance and suggestions of stakeholders, the central government decided to withdraw the companies bill. അപ്പോൾ എന്താണ്, ഇത്തരത്തിൽ ഈ ഒരു ബില്ല് കമ്പനീസ് ബിൽ 2009 ഒരുപാട് ചേഞ്ചസും എന്താ പറയുക, റെക്കമെൻഡേഷൻസ് ഫോർ ചേഞ്ചസും സജഷൻസ് ഫോർ ചേഞ്ചസും ആയപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ത് തീരുമാനിച്ചു, ഇത് അമെൻഡ് ചെയ്യൊന്നും വേണ്ട, ഇത് വിഡ്രോ ചെയ്യാം. ഓക്കെ, അത്രയും എന്താണ് ചേഞ്ചസ് ആണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തത്. ആ ഒരു ബില്ല് പോരാ എന്നുള്ളതായിരുന്നു, കമ്പനീസ് ബില്ല് 2009 പോരാ, അല്ലെങ്കിൽ അത് എഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു റെസ്പോൺസ് ആയിരുന്നു ആർക്ക് കിട്ടിയത്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് കിട്ടിയത്. അപ്പം എന്താണ്, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നാണെങ്കിലും അതേപോലെ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ തരത്തിലുമുള്ള ഈ ഒരു ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലേ, ഈ ഒരു കമ്പനീസ് ബില്ലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയും നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ഈ ഒരു ബില്ലിൻ്റെ എഫിഷ്യൻസി എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരുന്നു റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്ത് തീരുമാനിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്, ഈ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് ഇത് വിഡ്രോ ചെയ്യാം, ഇതിന് പകരം ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കമ്പനീസ് ബില്ല് 2009 എന്ന് പറയുന്ന ആ ഒരു ബില്ല് വിഡ്രോ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. And introduced a fresh bill incorporating the recommendations of the standing committee and suggestions of stakeholders. അപ്പോൾ എന്താണ്, കമ്പനീസ് ബില്ല് 2009 വിഡ്രോ ചെയ്തിട്ട് ഒരു പുതിയ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സെൻട്രൽ ഗവൺമെന്റ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഓൾ ദി സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഓഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആസ് വെൽ ആസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞ റെക്കമെൻഡേഷൻസും സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞ റെക്കമെൻഡേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് കൊണ്ടുവരാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു. ഓക്കെ, അപ്പം 1956 ആക്ടിനെ റിനോവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീ അപ്പീൽ ചെയ്യണം എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു കമ്പനീസ് ബില്ല് 2009 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതെന്ത് സംഭവിക്കുകയാണ്, ലോകസഭയിൽ തന്നെ അതിൻ്റെ റിവ്യൂവിൽ അതിന് പലതരത്തിലുള്ള പോരായ്മകൾ കണ്ടെത്തുകയും അത് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് ഉണ്ടായത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് തീരുമാനിക്കുകയാണ്, അത് വിഡ്രോ ചെയ്തിട്ട് ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസും സജഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചു.
അങ്ങനെയാണ് നമ്മുടെ കമ്പനീസ് ബില്ല് 2012 ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദ കമ്പനീസ് ബിൽ 2012 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് പാസ്ഡ് ഇൻ ലോക്സഭ ഓൺ 18th December 2012. ഈ ഡേറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഓരോ ഡേറ്റ്സിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് കമ്പനീസ് ബില്ല് 2012 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ലോക്സഭയിൽ എന്നാണ് പാസ്സാവുന്നത് 18th December 2012. 18th December 2012 ഈ ഒരു പുതിയ ബില്ല് ലോക്സഭയിൽ പാസ്സായി. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റ് എന്താ പറയുക റിവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ്, പുതിയ ബില്ല് ഓക്കെയാണെന്ന് ലോക്സഭയിൽ നിന്ന് അതിനെന്താണ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെന്ന് 18th December 2012. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ എങ്ങനെയാണ് രണ്ട് പാർലമെന്ററി ഹൗസസ് ഉണ്ട്. നമുക്ക് ലോകസഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പോൾ ലോകസഭയിൽ പാസ്സായതിനു ശേഷം ബില്ല് എവിടെ പാസ്സാവണം? ഇനി രാജ്യസഭയിൽ പാസ്സാവണം. അപ്പോൾ ഈ ഒരു കമ്പനീസ് ബില്ല് 2012 ലോകസഭയിൽ 18th December 2012 പാസ്സായി ആൻഡ് ബൈ രാജ്യസഭ ഓൺ 8th August 2013. അപ്പോൾ ലോകസഭയിൽ എന്നാണ് 18th December 2012. ഓക്കെ, ലോകസഭയിൽ 18th December 2012 നമ്മുടെ കമ്പനീസ് ബിൽ 2012 പാസ്സായത്. ദെൻ രാജ്യസഭയിൽ എന്നാണ് 8th August 2013. ഓക്കെ, 8th August 2013 രാജ്യസഭയിൽ ഈ ഒരു ബില്ല് പാസ്സാകുന്നത്. അപ്പം ലോകസഭയും രാജ്യസഭയും പാസ്സായതിനു ശേഷം ബില്ല് ആരുടെ എന്താ പറയുക അപ്രൂവലിന് വേണ്ടിയിട്ട് അയക്കണം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് അയക്കണം. ദെൻ അസെൻഡഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ 29th August 2013. അപ്പോൾ പ്രസിഡന്റിന്റെ കൺഫർമേഷൻ എന്നാണ് കിട്ടുന്നത്? 29th August 2013. അപ്പോൾ 2012 ബില്ലാണെന്നുണ്ടെങ്കിലും അത് രാജ്യസഭയിൽ പാസ്സാക്കുമ്പോഴേക്ക് 2013 ആയി. അതിനുശേഷം നമ്മുടെ പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടിയപ്പോൾ 29th August 2013 ആയി. ആൻഡ് ഫൈനലി ദ നോട്ടിഫിക്കേഷൻ കെയിം ഔട്ട് ഓൺ 13th August 2013. അപ്പം എന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്? അല്ലെങ്കിൽ അത് എന്താ പറയുക പബ്ലിക്കായി അല്ലെങ്കിൽ അത് കൺഫേം ആയി എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ എന്താണ്? പുതിയ കമ്പനീസ് ആക്ട് വന്നു എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ 13th August 2013. ഓക്കെ, അപ്പോൾ 13th August 2013 ഓക്കെ നമ്മുടെ പുതിയ കമ്പനീസ് ആക്ട് നിലവിൽ വന്നു എന്ന് പറയാനായി സാധിക്കുന്ന ഡേറ്റ്. ഓക്കെ, അപ്പോൾ കമ്പനീസ് ബില്ല് 2012 ആണെന്നുണ്ടെങ്കിലും അത് പാസ്സായി വന്നപ്പോഴേക്കും 2013 ആയി. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിലവിൽ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു കമ്പനീസ് ആക്ട് 2013 ആണ്. ഓക്കെ, അപ്പം 1956 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് അമെൻഡ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുത്തു. അമെൻഡ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ബില്ല് 2009 ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അത് പിന്നീട് വിഡ്രോ ചെയ്തിട്ട് 2012 പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു ബില്ലിന് ലോകസഭയിൽ 18th December 2012 അപ്രൂവൽ കിട്ടി. രാജ്യസഭയിലോ 8th August 2013 അപ്രൂവൽ കിട്ടി. ദെൻ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 13th August 2013 വരുന്നത് പ്രസിഡന്റിന്റെ കൺഫർമേഷനൊക്കെ ശേഷം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കമ്പനീസ് ആക്ട് എന്താണ്? കമ്പനീസ് ആക്ട് 2013 കറൻ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന കമ്പനികളുടെ ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കമ്പനീസ് ഫോളോ ചെയ്യേണ്ട ആ ഒരു ലീഗൽ സ്ട്രക്ചർ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഈ ഒരു കമ്പനീസ് ആക്ട് 2013 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇന്ത്യയിലെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആക്ടിലേക്ക് നമ്മൾ എത്തിയത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട്. ഇനി എന്താണ് ഈ ഒരു 2013 കമ്പനീസ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. ടു അച്ചീവ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. എന്താണ് ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി? കമ്പനീസ് എന്താണ്? കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് ദേ ഹാവ് സം സെർട്ടൈൻ കമ്മിറ്റ്മെൻറ്റ്സ് ടുവേർഡ്സ് ദി സൊസൈറ്റി വേർ ദേ ആർ എക്സിസ്റ്റിംഗ്. അല്ലേ, കമ്പനീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒരു സൊസൈറ്റിയിലാണ്
എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ സൊസൈറ്റിയോട് അവർക്ക് എന്തുണ്ട്, സെർട്ടൈൻ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പം അത് എന്താണ്, ഫുൾഫിൽ ചെയ്യുന്നില്ലേ, അവർ റെസ്പോൺസിബിൾ അല്ലേ, അവരുടെ ആക്ടിവിറ്റീസ് ട്രാൻസ്പെറൻ്റ് അല്ലേ തുടങ്ങിയ കാര്യങ്ങൾ എൻഷുർ ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കമ്പനീസ് ആക്ട് 2013 ഒബ്ജക്റ്റീവ്. ഇപ്പം എന്താണ്, കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസിന് ദേ ഹാവ് സെർട്ടൈൻ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം പെർഫോം ചെയ്യാനായിട്ട്, അത് എൻഷുർ ചെയ്യുക. അപ്പോൾ കമ്പനീസിൻ്റെ പെർഫോമൻസിലെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതിന് വേണ്ട റൂൾസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. ദെൻ ദ സെക്കൻഡ് വൺ, to enforce stricter action against fraud. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രോഡോ കാര്യങ്ങളോ കമ്പനീസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ്സും കാര്യങ്ങളും എന്താ പറയുക, നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റയിൽ വരുത്തുന്നുള്ള ചേഞ്ചസ്, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഫ്രോഡ്സ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ. അപ്പം അത്തരത്തിലുള്ള ഫ്രോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. അപ്പോൾ അത് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു കമ്പനീസ് ആക്റ്റിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും തരത്തിലുള്ളൊരു എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട പണിഷ്മെൻറ്റ്സ് എവിടെയാണ്, ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പണിഷ്മെൻറ്റ് ഫിക്സ് ചെയ്യുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കമ്പനീസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലോ ഫ്രോഡിലോ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരേണ്ട റൂൾസ് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരേണ്ട ആക്ഷൻ എന്താണെന്നുള്ളത് ഈ ഒരു കമ്പനീസ് ആക്ട് 2013 മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. എന്താണ്, ടു എൻഫോഴ്സ് സ്ട്രിക്റ്റ് ആക്ഷൻ എഗെയിൻസ്റ്റ് ദി ഫ്രോഡ്. എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് സംഭവിക്കുകയാണെങ്കിൽ അതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ദെൻ ദ തേർഡ് വൺ, ടു സെറ്റ് അപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചേഴ്സ് ഇൻ ദ ഫോം ഓഫ് വേരിയസ് അതോറിറ്റീസ്, ബോഡീസ് ആൻഡ് പാനൽസ് ആസ് വെൽ ആസ് ബൈ റെക്കഗ്നിഷൻ ഓഫ് വേരിയസ് റോൾസ് ഫോർ പ്രൊഫഷണൽസ് ആൻഡ് അതർ എക്സ്പേർട്സ്. ഈ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ബോഡീസ്, പാനൽസ്, അതേപോലെ തന്നെ ഓരോ പ്രൊഫഷണൽസിൻ്റെയും റോള്. ഇപ്പോൾ നമുക്കറിയാം ഒരു കമ്പനിയുടെ ഷെയർ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ കാര്യങ്ങൾ അതെല്ലാം റെസ്പോൺസിബിലിറ്റി ആർക്കാണ് വരുന്നത്, ഒരു കമ്പനി സെക്രട്ടറിക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റീസ് കാര്യങ്ങൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പ്രൊഫഷണൽസിനും അവരുടെ റോൾ എന്താണ്, അതേപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള പാനൽസ്, കമ്മിറ്റീസാണ് ഒരു ഓർഗനൈസേഷനിൽ ആവശ്യം, എന്തൊക്കെ ബോഡീസിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും പലതരത്തിലുള്ള കമ്മിറ്റീസ് ഒരു ഓർഗനൈസേഷനിലുണ്ട്. ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, റെമ്യൂണറേഷൻ കമ്മിറ്റി ഉണ്ട്, നോമിനേഷൻ കമ്മിറ്റി ഉണ്ട്. ഇതെല്ലാം എന്താണ്, ആ ഒരു ഓർഗനൈസേഷന് ഏറ്റവും ബെറ്റർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എന്തിൻ്റെ ബേസിസിലാണ് ഈ കമ്മിറ്റീസൊക്കെ രൂപീകരിക്കുന്നത്, ആസ് പെർ ദി കമ്പനീസ് ആക്ട് ആണ്. ഓക്കെ, കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരമാണ് ഓർഗനൈസേഷനിൽ ഈ കമ്മിറ്റീസും കാര്യങ്ങളൊക്കെ രൂപീകരിക്കുന്നതും അതിൻ്റെ ഹെഡായിട്ട് ആര് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതും ഈ ഒരു കമ്പനീസ് ആക്റ്റിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനീസ് ആക്ട് ഇത്തരത്തിലുള്ള റൂൾസ് പറയുന്നത്, ഫോർ ensuring the transparency and better performance of the organization. ഓർഗനൈസേഷൻ്റെ ബെറ്റർ പെർഫോമൻസും ട്രാൻസ്പെറൻസിയും എൻഷുർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ അതാണ് തേർഡ് ഒബ്ജക്റ്റീവ്. Then the fourth one, to implement more effective and time bound approval and compliance requirement. കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് എൻഷുർ ചെയ്യുക, ആസ് പെർ ദ ലോ കാര്യങ്ങൾ പോകുന്നില്ലേ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ ഇത്രയായിരുന്നു മെയിൻ ആയിട്ടുള്ള കമ്പനീസ് ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്. കമ്പനീസിൻ്റെ പെർഫോമൻസിനെ റെഗുലേറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് കമ്പനീസ് ആക്ട് 2013 ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഓക്കെ, and to recognize the various new concepts and procedures that protect the interest of all the stakeholders, and that is shareholders, debenture holders, company professionals, creditors, financial institution, bankers, tax authority, management personnel. അപ്പോൾ എന്താണ് ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ഷെയർ ഹോൾഡറും സ്റ്റേക്ക് ഹോൾഡറും ആയിട്ട് തെറ്റരുത്. ഷെയർ ഹോൾഡർ ഈസ് ഓൺലി എ പാർട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആർ ദി
പാർട്ട് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾ ദി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളും. അത് കസ്റ്റമേഴ്സ് ആവാം, ക്രെഡിറ്റേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം, ഗവൺമെൻറ് ആകാം, സൊസൈറ്റി ആകാം, എംപ്ലോയീസ് ആകാം. ഈ പറയുന്ന എല്ലാ ഗ്രൂപ്പിനും എന്തുണ്ട്? കമ്പനിയുടെ പെർഫോമൻസിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? കമ്പനി നന്നായി പെർഫോം ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റേറ്റീവ് പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ കസ്റ്റമേഴ്സ് ഓക്കെ ആവുള്ളൂ. കമ്പനി നന്നായി പെർഫോം ചെയ്താൽ മാത്രമേ എംപ്ലോയീസിന് കൃത്യമായിട്ട് റെമ്യൂണറേഷനും സാലറിയും കിട്ടുള്ളൂ. അതേപോലെ തന്നെ കമ്പനി നന്നായി പെർഫോം ചെയ്താലേ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് കോർപ്പറേറ്റ് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ എല്ലാ ഗ്രൂപ്പ്സും എന്താണ്? ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. കമ്പനി നന്നായി പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിനെയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓൾ ദോസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹു ഹാവ് എ സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പെർഫോമൻസിൽ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റോ ഉള്ള ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാം. അപ്പം ഇതിലാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും പ്രൊഫഷണൽസും എല്ലാം വരുന്നത്. അപ്പം ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അവരെന്താണ്? അവരുടെ ഫണ്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ സേവിങ്സ് അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് കൊടുക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് കൊടുക്കുന്നു. അപ്പം അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? കമ്പനി കൃത്യമായിട്ട് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നില്ലേ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതേപോലെ തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലല്ലേ കമ്പനി പെർഫോം ചെയ്യുന്നത് എന്നൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതും എന്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്? കമ്പനീസ് ആക്ട് 2013 ഒബ്ജക്റ്റീവാണ്. ഓക്കെ, കമ്പനീസ് ആക്ട് 2013 ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 വരുന്നത്. ഓക്കെ, താങ്ക് യു.